ദൈവത്തിൻ്റെ വചനം അത് ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കുമ്പോഴെ തുളച്ചെല്ലുന്നതാണ്, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ്. അതാണ് വചനത്തിൻ്റെ ശക്തി. അതുകൊണ്ടല്ലേ നാം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഈ ഭൂമിയിൽ എന്തെല്ലാം ചെയ്തിട്ടും മാറ്റം വരാത്ത മനുഷ്യ ജീവിതങ്ങൾ, ചികിത്സകൾ ചെയ്തിട്ടും അല്ലെങ്കിൽ അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയിട്ടും മദ്യപാനം മാറാത്ത എത്രയോ ആളുകൾ ഒറ്റ പ്രാവശ്യം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു, അന്ന് തന്നെ അവരുടെ ജീവിതം മാറുന്നു. എനിക്കങ്ങനെ പരിചയമുള്ള ഒത്തിരി പേരെ അറിയാം, നേരിട്ടറിയാം. വർഷങ്ങൾ പലതും മാറി മാറി ചെയ്തിട്ടും മദ്യപാനം മാറാതെ അനേകം പള്ളികളിലും അമ്പലങ്ങളിലും അനേകം ആഭിചാര പ്രവർത്തനങ്ങളിലും എല്ലാം ഏർപ്പെട്ടിട്ടും മരുന്നുകൾ മാറി മാറി കഴിച്ചിട്ടും അഡിക്ഷൻ സെൻ്ററുകളിൽ മാറിപ്പോയി അഡ്മിറ്റഡ് ആയിട്ടും മദ്യപാനം മാറാതിരുന്ന എത്രയോ ആളുകൾ ദൈവവചനത്തിൻ്റെ മുമ്പാകെ കടന്നു വന്ന ഒറ്റ ദിവസം കൊണ്ട് അവരുടെ ജീവിതം മാറിയതും, അവർ മദ്യപാനമില്ലെന്ന് മാത്രമല്ല, അവർ ഇന്ന് മദ്യത്തിനെതിരായി മദ്യപാനത്തിൽ അകപ്പെട്ടു പോയവരെ സഹായിക്കുന്നവരായി തീരുന്ന അത്ഭുത ചരിത്രം. അതാണ് ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ശക്തി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ, മദ്യപാനം മാത്രമല്ല, ഏതെങ്കിലും കാര്യത്തിൽ പരാജയപ്പെട്ട് കിടക്കുന്നവരാണെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിൽ അഡിക്റ്റഡ് ആണെങ്കിൽ, ദൈവം ദുഃഖിക്കുന്ന ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ കെട്ടപ്പെട്ട് കിടക്കുകയാണെങ്കിൽ, ഈ തിരുവചനം നിങ്ങളുടെ കെട്ടുകളെ കത്തിച്ചു കളയും. അങ്ങ് പണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ശിംശോനെ കയറുകൊണ്ട് ബന്ധിച്ചു. പക്ഷേ ശിംശോന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ ആ കയറെല്ലാം ചണനൂൽ പോലെ കത്തി അത് ചാമ്പലായിപ്പോയി. ദൈവത്തിൻ്റെ വചനമാകുന്ന തീ നമ്മുടെ മേൽ വരുമ്പോൾ, നാം അത് സ്വീകരിക്കുമ്പോൾ, നാം വചനത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ നാം സമർപ്പിക്കുമ്പോൾ, നമ്മിലുള്ളതായ ചില കെട്ടുകൾ, നമ്മിലുള്ളതായ ചില പാരമ്പര്യത്തിൻ്റെ കെട്ടുകൾ, ചില മ്ലേച്ഛകരമായ സ്വഭാവത്തിൻ്റെ കെട്ടുകൾ, അങ്ങനെ അനേകം പിശാച് കെട്ടിരിക്കുന്ന കെട്ടുകളെല്ലാം പൊട്ടി നമുക്ക് കർത്താവ് സ്വാതന്ത്ര്യം തരും. അതേ പ്രിയരെ, സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. പേടിച്ചു വിറച്ച് അടിമത്വത്തിൽ കഴിയേണ്ട ജീവിതമല്ല. ക്രിസ്തുവിനോടുള്ള സ്നേഹത്താലും ക്രിസ്തുവിൻ്റെ സ്നേഹത്താലും നിറഞ്ഞ് നാം ജീവിക്കേണ്ട ജീവിതമാണ് ക്രിസ്തീയ ജീവിതം.